എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായം 1 മുതൽ അവസാന വാക്യം വരെയാണ്. വെളിപ്പാട് പുസ്തകം 15-ന്റെ 1 മുതൽ 8 വരെ ആരംഭ വാക്യങ്ങൾ മാത്രം വായിക്കട്ടെ. ഞാൻ വലുതും അത്ഭുതവുമായ മറ്റൊരടയാളം സ്വർഗത്തിൽ കണ്ടു. ഒടുക്കത്തെ 7 ബാധയുമുള്ള 7 ദൂതന്മാരെ തന്നെ. അതോടുകൂടെ ദൈവക്രോധം തീർന്നു. തീ കലർന്ന പളുങ്ക് കടൽ പോലെ ഒന്നും മൃഗത്തോടും അതിൻ്റെ പ്രതിമയോടും പേരിൻ്റെ സംഖ്യയോടും ജയിച്ചവർ ദൈവത്തിൻ്റെ വീണകൾ പിടിച്ചും കൊണ്ട് പളുങ്ക് കടലിനരികെ നിൽക്കുന്നതും ഞാൻ കണ്ടു. അവർ ദൈവത്തിൻ്റെ ദാസനായ മോശയുടെ പാട്ടും കുഞ്ഞാടിൻ്റെ പാട്ടും പാടിച്ചൊല്ലിയത്, സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ പ്രവർത്തികൾ വലുതും അത്ഭുതവും ആയവ. സർവജാതികളുടെയും രാജാവേ, നിന്റെ വഴികൾ നീതിയും സത്യവും ഉള്ളവ. കർത്താവേ, ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും? നീയല്ലോ ഏക പരിശുദ്ധൻ. നിന്റെ ന്യായവിധികൾ വിളങ്ങി വന്നതിനാൽ സകല ജാതികളും വന്ന് തിരുസന്നിധിയിൽ നമസ്കരിക്കും. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മറ്റൊരു പ്രഭാതത്തിലേക്ക് ദൈവം നമ്മെ നയിച്ചിരിക്കുന്നു. 15-ാം അധ്യായത്തിൽ 7 ബാധകൾ അല്ലെങ്കിൽ 7 കലശങ്ങൾ, ഇവയാണ് 15-ാം അധ്യായത്തിലും 16-ാം അധ്യായത്തിലും നമ്മൾ കാണുന്നത്. അതോടുകൂടെ ദൈവക്രോധത്തിൻ്റെ ലക്ഷ്യം പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് വിവരിക്കുന്നു. ആ ലക്ഷ്യം വിമോചനം അല്ലെങ്കിൽ രക്ഷയാണ്. ബാധകൾ, കടൽ, മോശയുടെ ഗീതം, സാക്ഷ്യകൂടാരം, ദൈവമഹത്വത്തിൻ്റെ ധൂപം എന്നിങ്ങനെ ഈ ഭാഗം നിറയെ പുറപ്പാട് സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. 4-ാം വാക്യത്തിൽ പറയുന്നത് പോലെ ഇസ്രായേലിൻ്റെ വിമോചനം ആയിരുന്നത് ഇപ്പോൾ മനുഷ്യവർഗത്തിനാകെ ബാധകമായി വ്യാപിച്ചിരിക്കുകയാണ്. പുറപ്പാടിൻ്റെ ദൈവം സഭയുടെയും സകല മനുഷ്യവർഗത്തിൻ്റെയും ദൈവമാണ്. ദൈവത്തിൻ്റെ വിമോചക ന്യായവിധി മഹത്വകരവും അത്ഭുതകരവും തന്നെ. അതിൻ്റെ ബാധകൾ അഥവാ അടികൾ മൃഗത്തെ അതിൻ്റെ അന്ത്യത്തിലെത്തിക്കുകയും അങ്ങനെ ദൈവത്തിൻ്റെ അന്തിമോദ്ദേശമായ പുതിയ ആകാശത്തിലേക്കും പുതിയ ഭൂമിയിലേക്കുമുള്ള വാതിൽ തുറക്കുകയും ചെയ്യുന്നു. ഭൂമിയെ വളഞ്ഞിരുന്ന ചോരക്കടൽ തരണം ചെയ്തു കഴിഞ്ഞു. മൃഗം അല്ലെങ്കിൽ ശൂന്യതയുടെ ശക്തികൾ തോൽപ്പിക്കപ്പെട്ടു. പിടിച്ചടക്കിയവർ 2-3 വാക്യത്തിൽ പറയുന്നു, അതായത് മൃഗത്തിൻ്റെ അടിച്ചമർത്തലിനെ സഹിച്ച് പിടിച്ചു നിന്നവർ രക്ഷപ്പെട്ട് അവരുടെ സ്വാതന്ത്ര്യം നേടിയെടുത്തു. ഇപ്പോൾ അവർ പളുങ്ക് കടൽ തീരത്ത് ദൈവത്തിൻ്റെ കിന്നരങ്ങൾ ഏന്തി നിൽക്കുകയാണ്. ശൂന്യതയുടെയും മരണത്തിൻ്റെയും ശക്തികളിന്മേലുള്ള വിജയത്തിൻ്റെ ഗീതം അവർ ആലപിക്കുന്നു. 14-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള ഭാഗത്തും 7-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള ഭാഗത്തും 144,000 ആളുകളെ നമ്മൾ കാണുന്നു. അങ്ങനെ ഒരു പ്രതീക സംഖ്യ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് ഈ ഗാനം ആലപിക്കുന്ന ആളുകൾ. മോശയുടെയും കുഞ്ഞാടിൻ്റെയും ഗീതം അവർ ആലപിക്കുന്നു. അത് ശക്തരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട ശക്തിഹീനരുടെ ഗീതമാണ്. വിമോചനത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികൾ ചെയ്യുകയും ദുഷ്ടതയുടെ ശക്തികളെ പരാജയപ്പെടുത്തുകയും ഉടമ്പടി പാലിക്കുകയും നമ്മെ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ മഹിമയെ വർണ്ണിക്കുന്ന സ്തോത്ര സങ്കീർത്തനങ്ങളിലെ വാക്കുകൾ ചേർത്തുണ്ടാക്കിയ ഒരു ഗീതമാണത്. നമുക്കറിയാം, പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ ചെങ്കടൽ കടന്നു വരുമ്പോൾ മിറിയാമിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു പാട്ട് പാടുന്നുണ്ട്. അതുപോലെയുള്ള ഒരു പാട്ട് ഇവിടെയും കാണുന്നു. ജയോത്സവത്തിൻ്റെ ഗീതം. അവൻ സർവത്തിനും അധിപനായ യഹോവയായ ദൈവമാണ്.
ഇവിടെ പറഞ്ഞിരിക്കുന്നത് സൈന്യങ്ങളുടെ ദൈവം. എബ്രായ വേദപുസ്തകത്തിൽ സാബോത്ത് എന്നാണ്. ജനതകളുടെ രാജാവേ, നിന്റെ വഴികൾ നീതിയുള്ളവയും വിശ്വസനീയവും ആകുന്നു. 145 സങ്കീർത്തനം, അതുപോലെ തന്നെ ആവർത്തന പുസ്തകം 32 അധ്യായം, അവിടെയൊക്കെ ഇതിന് സമാനമായ രേഖപ്പെടുത്തലുകൾ ഉണ്ട്. ഇവിടെ ചോദിക്കുന്നു, നിന്നെ ആര് പേടിക്കാതിരിക്കും? സകല രാഷ്ട്രങ്ങളും വന്ന് നിന്റെ വിശുദ്ധ ന്യായവിധിയുടെ പ്രസക്തി അംഗീകരിച്ച് നിന്നെ ആരാധിക്കും. ന്യായാധിപതിയായി വിമോചിപ്പിക്കുന്ന ദൈവത്തെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള മോശയുടെ ഗീതവും ഇസ്രായേലിൻ്റെ സങ്കീർത്തനങ്ങളും കുഞ്ഞാടിൽ കൂടി സകല ജനതകളുടെയും ഗീതങ്ങളായി മാറി. കുഞ്ഞാടിൻ്റെ പാട്ട് മോശയുടെ പാട്ടിൽ നിന്ന് അടിസ്ഥാനപരമായി വ്യത്യസ്തമാണ്. ആത്മീയ വിമോചനത്തിൻ്റെ ഉന്നതമായ ഒരു സന്ദേശം ഉൾക്കൊള്ളുന്നതാണ് ഇത് രണ്ടും. ക്രിസ്തീയ ദൈവശാസ്ത്രവും ഉപദേശവും പലപ്പോഴും പഴയ നിയമ വിമോചനവും ക്രിസ്തുവിലൂടെ പ്രപഞ്ചത്തിന് ലഭിച്ച രക്ഷയും ഒരുപോലെ താരതമ്യം ചെയ്ത് പഠിക്കാറുണ്ട്. അടിമത്തത്തിൽ നിന്നും അടിച്ചമർത്തലിൽ നിന്നും വിമോചനം കാത്തിരിക്കുന്ന എല്ലാവരെയും നിഷേധിച്ചാൽ മാത്രമേ ഈ വ്യാഖ്യാനം ചിലപ്പോൾ വിലപ്പോവുകയുള്ളൂ. വേദപുസ്തകത്തിൽ മോശയും പ്രവാചകരും മശിഹയും ഒരുമിച്ചാണ് നിൽക്കുന്നത്. ദൈവത്തിൻ്റെ ലക്ഷ്യം സമ്പൂർണമായ നശിപ്പിക്കലല്ല, പിന്നെയോ വിമോചനമാണെന്ന് ഈ സ്വർഗീയ ആരാധനക്രമം ഒരിക്കൽ കൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മൃഗത്തെ അടിക്കുന്ന അടിയിൽ നിന്നുള്ള കഷ്ടത ഈ പദ്ധതിയിൽ ആളുകൾ അനുഭവിക്കേണ്ടതായി വരും. എന്നാൽ അവർ രക്ഷിക്കപ്പെടുവാൻ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളവരും അന്തിമമായി പുതിയ യെരുശലേമിൽ പ്രവേശിക്കാനുള്ളവരും ആണ്. 7 ബാധകൾ വഹിക്കുന്ന ദൂതന്മാർ സാക്ഷ്യ കൂടാരത്തിൻ്റെ ആലയത്തിൽ നിന്നാണ് വരുന്നത്. പുറപ്പാട് 25 അധ്യായത്തിലും അപ്പോസ്തല പ്രവൃത്തികൾ 7 അധ്യായത്തിൻ്റെ 44 വാക്യത്തിലും ഇത് നമുക്ക് കാണാം. ദൈവമഹത്വത്തിൽ നിന്നുള്ള പുക നിറഞ്ഞിരിക്കുന്ന ആലയത്തിൽ, അവിടെയാണ് ന്യായപ്രമാണം സൂക്ഷിച്ചിരിക്കുന്നത്. അവർ രാജകീയ പുരോഹിതരായി വസ്ത്രം ധരിച്ചവരാണ്. 4 ജീവികളിൽ ഒരാളിൽ നിന്ന് അവർ ദൈവക്രോധം നിറഞ്ഞ 7 കലശങ്ങൾ സ്വീകരിക്കുന്നു. ഭൂമിയെ മൃഗീയമായി നശിപ്പിക്കുന്നവരുടെ മേലുള്ള ന്യായവിധി ദൈവത്തിൻ്റെ നല്ല സൃഷ്ടിയുടെ പ്രതിനിധികൾ പിന്താങ്ങുന്നു. ദേവാലയം തുറന്നു കിടക്കുന്നതാണ് കാണുന്നതെങ്കിലും ദൈവമഹത്വത്തിൻ്റെയും ശക്തിയുടെയും ധൂപത്തിൽ അത് നിറഞ്ഞിരിക്കുകയാണ്. ദൈവമഹത്വത്തെയും ശക്തിയെയും നമുക്ക് പ്രകീർത്തിച്ചു പാടാം. എങ്കിലും അവൻ്റെ ന്യായവിധിയിൽ നടക്കുന്നിടത്തോളം നമുക്ക് അവ നേരിട്ട് കാണാൻ സാധിക്കില്ല. ന്യായവിധിയിലൂടെ കടന്നുപോയിട്ട് മാത്രമേ പ്രത്യേകം ദേവാലയമില്ലാത്ത പുതിയ സൃഷ്ടിയിൽ ദൈവം പ്രാപ്യനായി തീരുകയുള്ളൂ. ഇതാണ് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. എല്ലാ അടിച്ചമർത്തലുകൾക്കും ഒരു വിമോചനമുണ്ട്. എല്ലാ ന്യായവിധികൾക്കും മേലായി ദൈവത്തിൻ്റെ ഒരു ന്യായവിധിയുണ്ട്. എല്ലാ ഒറ്റപ്പെടത്തലുകൾക്കും മീതെ ദൈവത്തിൻ്റെ ഒരു കൂട്ടിച്ചേർക്കലുണ്ട്. ശുദ്ധ വേദപുസ്തകം നമ്മെ അത് ഓർമ്മിപ്പിക്കുകയും അത് ഉറപ്പിക്കുകയും ചെയ്യുന്നു. വെളിപ്പാട് പുസ്തകത്തിൻ്റെ എല്ലാ സന്ദേശങ്ങളും ഇത് തന്നെയാണ്. ദൈവത്താൽ വിമോചിക്കപ്പെട്ടവരുടെ പുതിയ ഗീതം. ഇത് നമ്മുടെ ക്രിസ്തീയ ജീവിതാനുഭവമാണ്. അതുകൊണ്ട് നമുക്കത് സ്വീകരിക്കാം. ദൈവസന്നിധിയിൽ നമ്മെ പ്രത്യാശയുള്ളവരായി സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനായ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, മനോഹരമായ മറ്റൊരു പ്രഭാതം കൂടെ ഞങ്ങളുടെ ആയുസ്സിനോട് കൂട്ടിച്ചേർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. രാത്രിയിൽ ലഭിച്ച നിദ്രയ്ക്കായും വിശ്രമത്തിനായും സ്തോത്രം. കർത്താവെ, അവിടുത്തെ സന്നിധിയിൽ അവിടുത്തെ മുഖത്തേക്കടിയങ്ങൾ നോക്കുന്ന ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ലജ്ജിതരായി പോകാതെ വണ്ണം പകലിൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തി തരണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മധ്യത്തിൽ വാതിലുകളെ തുറക്കണമേ. ഞങ്ങളുടെ യാത്രകൾ സഫലമാകണമേ, സുരക്ഷിതമാകണമേ. കർത്താവെ, പലവിധ ആവശ്യ ഭാരങ്ങളോടുകൂടി അവിടുത്തെ സന്നിധിയിലായിരിക്കുന്നവർക്ക് വേണ്ടി വിശേഷമായി പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവർക്ക് സൗഖ്യവും വിടുതലും കൽപ്പിക്കണമേ. കടബാധ്യതയുടെ മധ്യത്തിൽ നീറുന്നവർക്ക് കർത്താവ് വഴിയായിരിക്കണമേ.
ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹവാർഷികം ആഘോഷിക്കുന്നവരെയും പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും സന്തോഷത്തിൻ്റെയും പുതിയ വർഷം അവിടുന്ന് പ്രദാനം ചെയ്യണമേ. യേശു മശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനവും അനുഗ്രഹവും നാം എല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.